ആഷിഖിന്റെ ബ്രോഡ്കാസ്റ്റിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നെഗറ്റീവ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഷിഖിന് എന്തോ കേരളത്തോട് ഭയങ്കര വിരോധമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്കറിയില്ല. അത് ആഷിഖിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇത്ര വിരോധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആഷിഖിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ വളരാത്തതിന്റെ കാരണം കേരളമാണെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിനെ പറ്റിയും കേരളത്തിന്റെ ഗവൺമെന്റുകളെ പറ്റിയും ഒക്കെയാണ് ആഷിഖിന്റെ പരാമർശങ്ങൾ. അതില്ല, ഇതില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ AIFF പറ്റിയിട്ട് ആഷിഖ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അപ്പം AIFF ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഈ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യത്തിൽ? കാരണം ആ ഒരു ബ്രോഡ്കാസ്റ്റിന്റെ മുഴുവൻ നമ്മൾ കണ്ടിട്ടും AIFF പറ്റിയിട്ട് ഒരു കാര്യവും പറയുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തെ പറ്റിയിട്ടോ ഒന്നും ഒരു കാര്യവും പുള്ളി പറയുന്നില്ല. കേരള ഗവൺമെന്റ് കേരള മെസ്സിയെ കൊണ്ടുവരുന്നു, കേരള അർജന്റീനയെ കൊണ്ടുവരുന്നു, കേരളത്തിൽ ഗ്രൗണ്ട് ഇല്ല, ഇതെല്ലാം പറയുന്നുണ്ട്. AIFF എന്ത് കാര്യമാണ് ആഷിഖ് പറഞ്ഞത് അതിനകത്ത്? ഇപ്പോ കേരളത്തിന്റെ ഫസ്റ്റ് ഡിവിഷൻ ലീഗായ ISL എന്ന് തുടങ്ങും, നടക്കുമോ എന്ന് പോലും നമുക്കിവിടെ ഒരു ധാരണയില്ല. ഇതേ പറ്റിയിട്ട് പോലും ആഷിഖ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്ത്യയുടെ ഫുട്ബോൾ പുരോഗതിയും അല്ലെ ഇന്ത്യ ഫുട്ബോളിൽ വളരുന്നതും ഒക്കെയാണ് ആഷിഖിന്റെ ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ ആഷിഖ് അതൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എന്തുകൊണ്ട് ആഷിഖ് AIFF പറ്റിയിട്ട് ഒരു കാര്യവും ഇവിടെ പറയുന്നില്ല? ഒന്നും പറഞ്ഞില്ല. പേടിയാണോ? കേരളത്തെ പറഞ്ഞ കുഴപ്പമില്ല, കേരളത്തിൽ എന്തും പറയാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ കേരളം തരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും അതുണ്ട്. അത് ആഷിഖിന് അറിയാം, അതുകൊണ്ട് കേരളത്തെ പറയുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആഷിഖ് അതിനെയും ഭയന്നുകൊണ്ട് പലതും പറയാതിരിക്കുന്നു. ചിലപ്പോൾ കരിയറിന്റെ കാര്യത്തിലൊക്കെ കൊണ്ടായിരിക്കും. AIFF പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ. ആഷിഖ് ഒന്ന് പറയൂ, ISL കാണുമോ? ISL നടക്കുവോ? ISL വാർ സിസ്റ്റം വരുമോ? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ?